Good morning to all. Today we are going to discuss about the Aikya Kerala movement. The Aikya Kerala movement in the early 20th century was a significant event in Kerala history, aiming to create a unified state based on linguistic identity. ഐക്യ കേരള മൂവ്മെന്റ് അഥവാ ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവും കേരളത്തിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നെന്ന് പറയുന്നത് ടു ക്രിയേറ്റ് എ യൂണിഫൈഡ് സ്റ്റേറ്റ് ബേസ്ഡ് ഓൺ ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റി. ഒരേ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളെ ചേർത്തുകൊണ്ട് സംസ്ഥാനം രൂപീകരിക്കുക എന്ന് പറയുന്നതായിരുന്നു ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. The movement aimed to overcome administrative divisions that divided the Malayalam speaking regions into 3 units: മലബാർ, ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ. ഈ മൂവ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് to overcome administrative divisions that divided the Malayalam speaking regions into 3 units. കേരളം എന്ന് പറയുന്ന പ്രദേശം ഇതിനു മുൻപ് മലബാർ, തിരുവിതാംകൂർ, കൊച്ചിൻ എന്നീ പറയുന്ന 3 പ്രധാനപ്പെട്ട പ്രത്യേക പ്രദേശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരുന്നു. ആ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസിൽ അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള വ്യത്യാസങ്ങളോട് കൂടിയിട്ടുള്ള ഈ 3 പ്രദേശങ്ങളെയും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു ഒറ്റ മലയാളം സംസാരിക്കുന്ന പ്രദേശമായിട്ട് മാറ്റുക എന്നൊരു ലക്ഷ്യമായിരുന്നു ഈ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. It was not just a political effort but also a cultural and social awakening fostering identity among the people. ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിലുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമായിരുന്നില്ല, അതേസമയം തന്നെ സാംസ്കാരികവും അതോടൊപ്പം തന്നെ സാമൂഹികമായിട്ടുള്ള ഒരു ഉണർത്ത് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു അവേക്കനിങ് ആയിരുന്നു. ഫോസ്റ്റിംഗ് ഐഡന്റിറ്റി എമംഗ് ദ പീപ്പിൾ, ജനങ്ങൾക്കിടയിൽ ഒരു സ്വത്വം അല്ലെങ്കിൽ എന്താണ് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ ഒന്നാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ യൂണിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഏതോ നിലകൊള്ളുകയും ചെയ്തു ഐക്യ കേരള മൂവ്മെന്റ് നിലകൊള്ളുകയും ചെയ്തു. നമ്മളിതൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏർലി 20th സെഞ്ചുറിയിൽ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മളൊരു യൂണിഫൈഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരൊറ്റ സംസ്ഥാനമായിട്ട് രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചലഞ്ചസ് അതിനകത്തുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ചസ് ആയിട്ട് നമ്മൾ പറയുന്നത് ഡിവിഷൻ ഓഫ് മലബാർ, ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ, കേരളത്തെ 3 ഭാഗങ്ങളായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തായിരുന്നു. ഇനി 1921 ഫോർമേഷൻ ഓഫ് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി ലേഡ് ദി ഗ്രൗണ്ട് ഫോർ ദിസ് യൂണിറ്റി. ഈ 1921 കാലഘട്ടങ്ങളിൽ കേരള പ്രൊവിഷണൽ കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറഞ്ഞ ആ ഒരു കമ്മിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെന്റ് ഐക്യ കേരള മൂവ്മെന്റ് ഒരു ഗ്രൗണ്ട് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ട ആദ്യത്തെ ശ്രമം നടത്തുന്നവരാണ്. The Congress Party's endorsement on linguistic states in the late 1920s further fueled the movement. ഇതിനുശേഷം കോൺഗ്രസ് പാർട്ടിയുടെ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടീസ് എൻഡോഴ്സ്മെന്റ് ഓഫ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്, ഭാഷാടിസ്ഥാനത്തിലുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്നുള്ള ഒരു ആവശ്യകത അല്ലെങ്കിൽ ആ ഒരു ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് 1920 അവസാന കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് പാർട്ടി ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തുകയും അത് ഇതിന് കൂടുതൽ ഊർജ്ജം പകരുകയും ചെയ്തതായിട്ട് പറയുന്നുണ്ട്. Then the Nehru Committee recommendations in 1928 which advocated for the reorganization of provinces based on linguistic lines resonated with the aspirations of the Malayalis. അതിനുശേഷം 1928 കാലഘട്ടങ്ങളിൽ നെഹ്റു കമ്മിറ്റി റെക്കമെൻഡേഷനകത്തും ഇതിനെ കുറിച്ച് പറയുന്നത് they advocated for the reorganization of provinces based on linguistic lines. പ്രവിശ്യകൾ, ഇന്ത്യക്കകത്തുള്ള ഓരോ നാട്ടുരാജ്യങ്ങളെയും പ്രവിശ്യകളെ ഭാഷാടിസ്ഥാനത്തിൽ പുനർനിർമ്മിക്കാനായിട്ട് ഏകീകരിക്കാനായിട്ട് നെഹ്റു റിപ്പോർട്ടിനകത്തും പറയുന്നുണ്ട്. അതും ഇന്ത്യന് കാരണമായിട്ട് തീർന്നു. ഈ പറയുന്ന മലയാളികളുടെ ആസ്പിറേഷൻസ്, അവരുടെ ഒരു ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഉള്ളതായിരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ കുറെ കൂടെ സ്റ്റിമുലേറ്റ് ചെയ്തു എന്ന് പറയാം. Then in 1945 the Congress election manifesto in 1945 echoed this commitment, promising to recognize states on a linguistic basis if they were elected to power. 1945 കോൺഗ്രസ് ഇലക്ഷനിൽ പങ്കെടുക്കുന്ന സമയങ്ങളിൽ അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയ്ക്കകത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോമിസ് എന്ന് പറയുന്നത് to reorganize the state on a linguistic basis if they elected to power. അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ അവർ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന സ്റ്റേറ്റുകളെ റീഓർഗനൈസ് ചെയ്യാമെന്നൊരു ഒരു മാനിഫെസ്റ്റോ ഇവര് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് പറയാം. Then in 1920s and 1930s the demand for Aikya Kerala or United Kerala gained momentum in the 1920s and 1930s through conferences and political gatherings. ഈ 1920-30 കാലഘട്ടങ്ങളിൽ the demand for Aikya Kerala gained momentum through conference and political gatherings. അതായത് രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ കൂടെയും അല്ലെങ്കിൽ അവരുടെ കോൺഫറൻസിലൂടെയൊക്കെ ഈ ഒരു മൂവ്മെന്റ് കൂടെ ശക്തി പ്രാപിച്ചു. പ്രീ ഇൻഡിപെൻഡൻസ് റൈഡ് അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നോട്ടബിൾ ഇവന്റ്സ് ലൈക്ക് ദ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസ് ആൻഡ് ഓൾ കേരള കുടിയൻ കോൺഫറൻസ് highlighted the need for a separate Malayalam speaking provinces.
അപ്പോൾ ഇതിനകത്ത് ആദ്യമായിട്ട് പറയുന്നത് സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസും പിന്നെ ഓൾ കേരള കുടിയാൻ കോൺഫറൻസും എല്ലാം ഈ സമ്മേളനങ്ങൾ കൂടിയപ്പോഴേക്കും അവരെന്ത് ചെയ്തു, ദേ ഹൈലൈറ്റഡ് ദ നീഡ് ഫോർ എ സെപ്പറേറ്റ് മലയാളം സ്പീക്കിംഗ് പ്രോവിൻസസ്. ഇവരെല്ലാം മലയാളം ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഒരൊറ്റ സംസ്ഥാനമായിട്ട് രൂപീകരിക്കുന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. ഇനി പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ്, അതായത് രണ്ടാം ലോക മഹായുദ്ധാനന്തരം കൊച്ചിൻ റൂളേഴ്സ് സപ്പോർട്ടഡ് യൂണിഫിക്കേഷൻ. കൊച്ചിയിലുണ്ടായിരുന്ന രാജാക്കന്മാർ അല്ലെങ്കിൽ കൊച്ചിൻ രാജാക്കന്മാർ ഈ പറഞ്ഞ യൂണിഫിക്കേഷനെ സപ്പോർട്ട് ചെയ്തു. With the Maharaja of Cochin endorsement in 1946 signaling a willingness among princely states to consider a united Kerala. അപ്പോൾ ഇതിനകത്ത് കൊച്ചിയിലെ രാജാക്കന്മാർ ഈ ഒരു ആവശ്യത്തെ സപ്പോർട്ട് ചെയ്യുകയും 1946 എന്തിന് തീരുമാനിക്കുകയും ചെയ്തു, ഈ പറഞ്ഞ യൂണിഫിക്കേഷന് തീരുമാനിക്കുകയും ചെയ്തു. In 1946 the Kerala Provisional Congress Committee established a sub-committee to lead the Aikia Kerala movement. ഈ ഐക്യ കേരള മൂവ്മെന്റിനെ ലീഡ് ചെയ്യാനായിട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ദ കേരള പ്രൊവിൻഷ്യൽ കമ്മിറ്റി എന്ത് ചെയ്യപ്പെട്ടു, ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ലെഡ് ബൈ കെ പി കേശവമേനോൻ ആൻഡ് മഹാരാജ ഓഫ് കൊച്ചിൻ, ദേ ഓർഗനൈസ്ഡ് ദ ഐക്യ കേരള കോൺഫറൻസ് ഇൻ 1947. ഈ ഒരു മൂവ്മെന്റിനെ അല്ലെങ്കിൽ ഈ പറയുന്നൊരു സബ് കമ്മിറ്റി കെ പി കേശവമേനോനും മഹാരാജ ഓഫ് കൊച്ചിൻ, കൊച്ചിയിലെ രാജാവും ചേർന്ന് നയിക്കുകയും അവര് 1947 ഐക്യ കേരള കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു സംഘടന അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് രൂപീകരിക്കുകയും ചെയ്തു. This event united delegates from various political parties and cultural organizations, demanding the formation of Aikia Kerala, a significant step towards a unified state. ഈ പറയുന്ന ഈ രണ്ടുപേരും ചേർന്ന് നയിച്ച ആ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു കോൺഫറൻസ് എന്തിനു കാരണമായിരുന്നു? This event united delegates from various political parties. പല തരത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കേരളത്തിനകത്തുള്ള പല പൊളിറ്റിക്കൽ പാർട്ടീസിനെയും കൾച്ചറൽ ഓർഗനൈസേഷൻസിനെയും തുടങ്ങിയ പല മേഖലകളിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർത്തുകൊണ്ട് they demanding the formation of Aikia Kerala. അവരെല്ലാത്തിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഐക്യ കേരള എന്നൊരു പ്രസ്ഥാനം രൂപീകരിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. ഇനി ദ പാത്ത് ടു യൂണിഫിക്കേഷൻ ആണ്. ട്രാവൻകൂർ കൊച്ചിൻ ഇന്റഗ്രേഷൻ ആണ് ആദ്യമായിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഇൻ 1949. ദ ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് ഇന്റഗ്രേഷൻ ഇൻ 1949 മാർക്ക്ഡ് എ സിഗ്നിഫിക്കന്റ് സ്റ്റെപ്പ് ഇൻ ദ ഐക്യ കേരള മൂവ്മെന്റ് എയിമിംഗ് ഫോർ എ യൂണിഫൈഡ് കേരള. കേരള സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടിയിട്ടില്ലെങ്കിൽ ഐക്യ കേരള പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു മാറ്റം അല്ലെങ്കിൽ ആദ്യ ഒരു ചേഞ്ച് വരുന്നത് 1949 തിരുവിതാംകൂറും കൊച്ചിയും ഈ രണ്ട് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ചേർന്നിട്ട് അവർ ട്രാവൻകൂർ കൊച്ചിൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. Then, despite initial mixed reactions, leaders and organizations continued to advocate for a complete unification of Malayalam speaking regions. ഇവർ തമ്മിൽ പലതരത്തിലുള്ള ആശയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇനിഷ്യൽ സ്റ്റേജുകളിൽ ഒരുപാട് മിക്സഡ് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ലീഡേഴ്സും പിന്നെ അതിനോടൊപ്പം തന്നെ ഓർഗനൈസേഷൻസും എന്ത് ചെയ്തു, ദേ കണ്ടിന്യൂ ടു അഡ്വക്കേറ്റ് ഫോർ ദ കംപ്ലീറ്റ് യൂണിഫിക്കേഷൻ ഓഫ് മലയാളം സ്പീക്കിംഗ് ഏരിയാസ്. ഈ പറഞ്ഞ മലയാളം ഭാഷ സംസാരിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും ഇപ്പോൾ നമുക്കിവിടെ തിരുവിതാംകൂറും കൊച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനോടൊപ്പം തന്നെ മലബാറുണ്ട്. അപ്പോൾ ഈ പ്രദേശങ്ങളിലെ എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ലീഡേഴ്സും അതിൻ്റെ ഓർഗനൈസേഷൻസും എല്ലാം എന്ത് ചെയ്തു, ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഇനിഷ്യലി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മലയാളം സ്പീക്കിംഗ് ഉണ്ടായിരുന്ന പ്രദേശങ്ങളെല്ലാം കൂടെ ചേർത്ത് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളെ ചേർത്തുകൊണ്ട് ഐക്യ കേരളം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അതിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഓൺഗോയിങ് ചാലഞ്ചസ് ആയിട്ട് പറയുന്നത് ഡെസ്പൈറ്റ് പ്രോഗ്രസ്, ഈ പറയുന്ന പ്രോഗ്രസിനെ നമ്മൾ ഉയർത്തി കാണിക്കുന്നുണ്ടെങ്കിലും ചാലഞ്ചസ് റിമൈൻ. അതിനകത്ത് കുറച്ച് ചാലഞ്ചസ് വരും നമുക്ക് കാണാൻ സാധിക്കും. ഇൻക്ലൂഡിങ് എ മലബാർ കോൺഗ്രസ് പ്രപ്പോസൽ ഫോർ എ സദേൺ സ്റ്റേറ്റ്, ദക്ഷിണ സംസ്ഥാനം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് ആയിരുന്നത് മലബാർ കോൺഗ്രസിന്റെ ഒരു പ്രപ്പോസൽ ആയിരുന്നു. ഈ മലബാർ പ്രദേശങ്ങളെ ചേർത്തുകൊണ്ട് ദക്ഷിണ സംസ്ഥാനം എന്നുള്ള സംസ്ഥാനം രൂപീകരിക്കാനായിട്ട് അവർ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു. അതുമായി ഈ പറയുന്ന ഐക്യ കേരള മൂവ്മെന്റ് ഏറ്റവും വലിയൊരു ചാലഞ്ചസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ദെൻ ദ ഐക്യ കേരള കമ്മിറ്റി ആൻഡ് സപ്പോർട്ടഡ് ഫോർ എ യൂണിഫൈഡ് കേരള and the 1953 State Reorganization Commission provided a platform for linguistic reorganization. അതേസമയം ഈ ഐക്യ കേരള കമ്മിറ്റി ഈ പറയുന്ന ഐക്യ കേരളം രൂപീകരിക്കാനായിട്ടുള്ള അതിന് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയങ്ങളിൽ 1953 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ഈ പറയുന്ന സ്റ്റേറ്റുകളെ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യക്കകത്തുള്ള മൊത്തം സംസ്ഥാനങ്ങളെയും നിർമ്മിക്കാനായിട്ട് പുനർ ഏകീകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തിന് ഈ പറയുന്നൊരു ബെറ്റർ ആയിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുന്നതിന് സഹായിക്കുകയും ചെയ്തതായിട്ട് പറയുന്നു. Then the formation of Kerala state. The culmination of the Aikia Kerala movement came on November 1st, 1956 when the state of Kerala was officially formed. ഈ പറയുന്ന ഐക്യ കേരള മൂവ്മെന്റ് കൾമിനേഷനിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് November 1st, 1956 when the state of Kerala was officially formed. ഈ സമയത്ത് കേരള സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒഫീഷ്യലി ഫോം ചെയ്യുന്നുണ്ട്. The merger of Malabar, Travancore and Cochin along with the inclusion of certain regions from South Canara marked the realization of a long cherished dream for Malayalam speaking people. ഇപ്പോൾ നമ്മൾ നേരത്തെ പറയുമ്പോൾ തിരുവിതാംകൂർ, കൊച്ചിൻ, അതിനോടൊപ്പം തന്നെ മലബാർ പ്രദേശങ്ങളെയും പിന്നെ അതിനോടൊപ്പം സൗത്ത് കാനഡയിലുണ്ടായിരുന്ന കുറേ പ്രദേശങ്ങളോട് ചേർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യപ്പെട്ടു, കേരള എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിച്ചു.
ഒരുപാട് നാളായിട്ടുള്ള മലയാളികളുടെ ചിരകാല സ്വപ്നം അതോടുകൂടി എന്ത് ചെയ്യുകയും ചെയ്തു, യാഥാർത്ഥ്യമാകുകയും ചെയ്തു. The formation of Kerala in 1956 fulfilled its pupils' aspirations and contributed to India's broader narrative of linguistic and cultural identity. ഇതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യപ്പെട്ടു എന്ന് പറയാം, ഈ ഒരു ഫോർമേഷൻ ഓഫ് കേരള ഇൻ 1956 1986 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോഴേക്കും ഇറ്റ് ഫുൾഫിൽ ദ പീപ്പിൾസ് ആസ്പിറേഷൻ, ജനങ്ങളുടെ അഭിലാഷങ്ങളെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഭിലാഷങ്ങളെ അത് യാഥാർത്ഥ്യമാക്കിയെടുക്കുകയും ആൻഡ് കോൺട്രിബ്യൂട്ടഡ് ടു ഇന്ത്യസ് ബ്രോഡർ നാരേറ്റീവ് ഓഫ് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി, ഇന്ത്യയുടെ കൾച്ചറൽ ഐഡന്റിറ്റി പിന്നെ എന്താണ് ലിംഗ്വിസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു തീരുമാനത്തേക്ക് അംഗീകരിക്കുകയും ചെയ്തു. ദ മൂവ്മെന്റ് കണ്ടിന്യൂസ് ടു ഇൻസ്പയർ യൂണിറ്റി ആൻഡ് കോൺഷ്യസ്നസ് മൂവ്മെന്റ് അക്രോസ് ദ നേഷൻ. കേരളത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ഈ ഒരു ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് മറ്റുള്ള സംസ്ഥാനങ്ങളെയും എന്ത് ചെയ്യപ്പെടുകയും ചെയ്തു, ടു ഇൻസ്പയർ യൂണിറ്റി, ആൾക്കാർക്കിടയിൽ ഒരു യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിന്, മറ്റുള്ള സംസ്ഥാനങ്ങളിലും മറ്റുള്ള പ്രദേശങ്ങളിലും എല്ലാം അല്ലെങ്കിൽ നേഷൻ വൈഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇത് സഹായിക്കുകയും ചെയ്യും. Linguistic identity. The Aikyya Kerala movement was fundamentally about preserving and promoting the Malayalam language as a unifying force for the people of Kerala. It recognized language as not just a means of communication but as a carrier of cultural heritage and identity. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൾച്ചറൽ ആൻഡ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റിയാണ്. Aikyya Kerala movement was fundamentally about preserving and promoting the Malayalam language as a unifying force for the people of Kerala. നമ്മൾ ഐക്യ കേരള മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫണ്ടമെന്റലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലയാള ഭാഷയെ പ്രിസർവ് ചെയ്യാനും അതിനെ സംരക്ഷിക്കാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്, ഈ പറയുന്ന ഐക്യ കേരള മൂവ്മെന്റിനെ കണക്കാക്കുന്നത്. Then it recognized language as not just a means of communication but as a carrier of cultural heritage and identity. ഇവിടെ നമ്മൾ നോക്കുമ്പോഴേക്കും ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ മലയാളം ഭാഷ എന്ന് പറയുന്നത് ലാംഗ്വേജ് മാത്രമല്ല, പകരം അല്ലെങ്കിൽ ഒരു ലാംഗ്വേജോ അല്ലെങ്കിൽ ഒരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനോ അല്ല, പകരം എന്താണ്, ഇറ്റ്സ് എ കാരിയർ ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ഐഡന്റിറ്റി. ജനങ്ങളുടെ ഐഡന്റിറ്റിയെ ഉയർത്തി കാണിക്കാനും സാംസ്കാരികപരമായിട്ടൊരു കൾച്ചറൽ ഹെറിറ്റേജ് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്, ഈ പറയുന്ന മലയാളം ഭാഷ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റിയെ കണക്കാക്കുന്നത്. ഇനി സെക്കൻഡ് നമ്മൾ നോക്കുമ്പോഴേക്കും കൾച്ചറൽ ഹെറിറ്റേജ് കാണാൻ പറ്റും. The movement sought to celebrate and preserve the rich cultural traditions of Kerala, including its art forms, literature and customs. ഇനി മൂവ്മെന്റ് കൂടെ ഇറ്റ് സെലിബ്രേറ്റ് ആൻഡ് പ്രിസർവ്, ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സെലിബ്രേറ്റ് ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം പ്രിസർവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെയാണ്, കൾച്ചറൽ ട്രഡീഷൻസ് ഓഫ് കേരള, കേരളത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളെ ഇത് ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് ഇറ്റ്സ് ആർട്ട് ഫോംസ്, ഇതിനകത്തുള്ള നമ്മുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്, കസ്റ്റംസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉയർത്തി കാണിക്കുന്നുണ്ട്. Unification allowed for a more cohesive approach to cultural preservation and promotion across the formerly divided regions. Unification ഫലമായിട്ട് it allowed for a more cohesive approach to cultural preservation and promotion across the formerly divided regions. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തെ 3 ഭാഗങ്ങളായിട്ട്, തിരുവിതാംകൂർ, കൊച്ചിൻ, മലബാർ എന്നീ 3 പ്രദേശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ യൂണിഫിക്കേഷൻ വന്നപ്പോഴേക്കും ഈ പറയുന്ന 3 പ്രദേശങ്ങളിലെയും കൾച്ചറൽ പ്രിസർവേഷൻ നമുക്ക് ഇതിനകത്തൂടെ ആ കൾച്ചറൽ പ്രിസർവേഷനും അതിനോടൊപ്പം പ്രൊമോഷനും കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിനെ ഉയർത്തിപ്പിടിച്ചു എന്ന് പറയാം. Social cohesion. By bringing together people from different administrative units but with a shared linguistic and cultural background, the movement fostered greater social cohesion. നമ്മൾ ഈ ഒരു മൂവ്മെന്റിനകത്ത് ഡിഫറെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകളായിട്ടാണ് നമ്മൾ ഈ കേരളത്തെ ഡിവൈഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിലും ബട്ട് വിത്ത് എ ഷെയർഡ് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഈ പറയുന്ന മലയാള ഭാഷയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരേ ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ എന്ന രീതിയിൽ ഈ 3 പ്രദേശങ്ങളെയും ചേർത്തുകൊണ്ട് നമ്മൾ ഒരു പുതിയ സൊസൈറ്റി രൂപീകരിച്ചപ്പോഴേക്കും അവർക്കൊരു ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായി. ശരിക്കും കേരളത്തിനകത്ത് എന്തുണ്ടായി, ഭാഷാടിസ്ഥാനവും അല്ലെങ്കിൽ ഭാഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും പിന്നെ എന്താണ് സാംസ്കാരികപരമായിട്ട് കേരളം എന്ന് പറയുന്ന പ്രദേശമായിട്ട് നമ്മൾ അതിനെ രൂപപ്പെടുത്തിയപ്പോഴേക്കും ദ മൂവ്മെന്റ് ഫോസ്റ്റേർഡ് ഗ്രേറ്റർ സോഷ്യൽ കൊഹഷൻ, ഈ പറയുന്ന സാമൂഹ്യപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ മാറ്റിയിട്ട് മലയാള ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഒന്ന് എന്നൊരു ബോധ്യമാർക്കിടയിൽ ഉണ്ടാകുകയും ചെയ്തു, ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുകയും ചെയ്തു എന്ന് പറയാം. അതുവരെ 3 അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആയിരുന്നെങ്കിലും ഈ ഭാഷാടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ ആവിഷ്കരിച്ച് വന്നപ്പോഴേക്കും അതിനകത്ത് നമ്മൾ എന്ത് കാണാൻ സാധിച്ചു, ഇവർക്കെല്ലാം ഒരു യൂണിറ്റ് ഉണ്ടായി എന്ന് പറയാം, ഒരു സോഷ്യലി ഉള്ളൊരു ഡിവിഷൻ കാണാതായി എന്ന് പറയാം. It helped overcome historical divisions and create a sense of belonging among the Malayalam speaking population. അതിനോടൊപ്പം തന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡിവിഷൻസ്, ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായിട്ടുള്ള വേർതിരിവുകൾ മാറിയിരുന്നു. അതിനോടൊപ്പം തന്നെ ക്രിയേറ്റ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് among the Malayalam speaking population. അതിനോടൊപ്പം തന്നെ എന്താണ്, ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് among the Malayalam population, മലയാള ഭാഷ സംസാരിക്കുന്ന ജനങ്ങളാണ് എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുകയും ചെയ്തു. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇമ്പാക്ട് ആൻഡ് ലെഗസി, ഇതിൻ്റെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഇമ്പാക്റ്റും ലെഗസിയും നോക്കിയാൽ
നാഷണൽ മോഡൽ ഇൻസ്പിറേഷൻ ഫോർ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഫോർമേഷൻ അക്രോസ് ഇന്ത്യ. കേരളത്തിനകത്തുള്ള നയിക്കേരള മൂവ്മെന്റ് പിന്നീട് നാഷണൽ ലെവലിൽ മറ്റുള്ള സ്റ്റേറ്റ് ഫോർമേഷൻസിലെല്ലാം സ്വാധീനിച്ചായിട്ട് കാണാൻ പറ്റും. ഡെമോക്രാറ്റിക് അച്ചീവ്മെന്റ് സക്സസ്ഫുൾ ഗ്രാസ് റൂട്ട്സ് മൂവ്മെന്റ് ഫോർ സെൽഫ് ഡിറ്റർമിനേഷൻ. ജനങ്ങൾക്കിടയിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് അച്ചീവ്മെന്റ്, അതായത് സമാധാനപരമായിട്ടുള്ള ജനാധിപത്യ രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് നേടിയെടുക്കാനായിട്ട് സഹായിച്ചത് കാണുന്നുണ്ട്. Then political unity brought together diverse political factions for a common cause. പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഫ്രാക്ഷൻ അല്ലെങ്കിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങൾ കേരളത്തിനകത്ത് ഉണ്ടായിരുന്നെങ്കിലും ഈ പറഞ്ഞ ഐക്യ കേരള മൂവ്മെന്റ് എന്ന് പറയുന്നൊരു മൂവ്മെന്റ് വന്നപ്പോഴേക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യം വന്നപ്പോഴേക്കും പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ ഡൈവേഴ്സ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എല്ലാം മാറ്റി വെച്ചിട്ട് എല്ലാ ആൾക്കാരും എന്ത് ചെയ്യപ്പെട്ടു, ഒരു പൊളിറ്റിക്കൽ യൂണിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐക്യ കേരള മൂവ്മെന്റ് വിജയം എന്ന് പറയുന്നത്. Then cultural preservation established a foundation for protecting Malayalam language and heritage. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യപ്പെട്ടു, ഈ മലയാളം ലാംഗ്വേജിനെയും നമ്മുടെ സംസ്കാരത്തെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള കൾച്ചറൽ പ്രിസർവേഷന് വേണ്ടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു. Then administrative integration, unified governance of historically divided regions. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഇൻ്റഗ്രേഷൻ, ഹിസ്റ്റോറിക്കലി നമ്മൾ പണ്ട് കാലം തൊട്ടേ ഈ 3 സ്റ്റേറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ 3 പ്രദേശങ്ങൾ പ്രിൻസിലി സ്റ്റേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറിയിട്ട് അതിനെല്ലാം യൂണിഫൈഡ് ചെയ്യുകയും കേരള എന്ന് പറയുന്നൊരു യൂണിഫൈഡ് ഗവേണൻസും അല്ലെങ്കിൽ എന്താണ് ഇതിനെല്ലാം ഒരു യൂണിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്തു. അതാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഈ 3 പ്രദേശങ്ങളെയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തുണ്ടാക്കി, കേരള എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫോം ചെയ്യുകയും ചെയ്തു. Continuing relevance, inspiration for unity movements. The Aikya Kerala movement, a collective identity and linguistic unity movement, was a significant achievement for the Malayalam speaking people in Kerala. It continues to inspire unity and consciousness movement across the nation. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ ഐക്യ കേരള മൂവ്മെന്റ് എത്തിപ്പെട്ടു. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കൊടുത്ത സിമ്പിൾ പോയിന്റ്സിന്റെ എക്സ്പ്ലനേഷൻസ് ആണ്. ദ ഐക്യ കേരള മൂവ്മെന്റ് ഈസ് എ കളക്റ്റീവ് ഐഡന്റിറ്റി ആൻഡ് ലിംഗ്വിസ്റ്റിക് യൂണിറ്റി മൂവ്മെന്റ്. ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഐഡന്റിറ്റി അല്ലെങ്കിൽ ജനങ്ങളുടെ ഐഡന്റിറ്റി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ എന്താണ് ലിംഗ്വിസ്റ്റിക് യൂണിറ്റി മൂവ്മെന്റുമായിട്ടാണ് നമ്മൾ ഐക്യ കേരള മൂവ്മെന്റിനെ കണക്കാക്കുന്നത്. ഇറ്റ് വാസ് എ സിഗ്നിഫിക്കന്റ് അച്ചീവ്മെന്റ് ഫോർ ദ മലയാളം സ്പീക്കിംഗ് പീപ്പിൾ ഇൻ കേരള. മലയാള ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ ഒരു സിഗ്നിഫിക്കന്റ് അച്ചീവ്മെന്റ്, ഏറ്റവും വലിയ നേട്ടമായിട്ട് നമ്മൾ ഇതിനെ കണക്കാക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ടു ഇൻസ്പയർ യൂണിറ്റി ആൻഡ് കോൺഷ്യസ്നസ് മൂവ്മെന്റ് അക്രോസ് ദ നേഷൻ. മറ്റുള്ള പ്രദേശങ്ങളിൽ, രാജ്യത്തിനകത്തുള്ള ഇന്ത്യക്കകത്തുള്ള മറ്റുള്ള പ്രദേശങ്ങളിൽ എന്താണ് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റുകൾക്ക് അല്ലെങ്കിൽ ഒരു യൂണിറ്റി കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് നമ്മൾ ഇതിനെ കണക്കാക്കുന്നുണ്ട്. Model for linguistic states. The formation of Kerala in 1956 fulfilled its people's aspirations and contributed to India's broader narrative of linguistic and cultural identity. Serves as a successful model for linguistic based administrative organization. അതേപോലെ തന്നെ 1956 കേരള സ്റ്റേറ്റ് റീഓർഗനൈസ് ചെയ്ത സമയത്ത് it fulfilled its people's aspirations and contributed to India's broader narrative of linguistic and cultural identity. ജനങ്ങളുടെ ആവശ്യങ്ങളെ അംഗീകരിക്കുകയും അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ വിശാലമായിട്ടുള്ള ഒരു ലിംഗ്വിസ്റ്റിക്കും കൾച്ചറലുമായിട്ടുള്ള ഐഡന്റിറ്റിക്ക് ഒരു മുതൽക്കൂട്ടാകുകയും ചെയ്തു. ഇറ്റ് സെർവ്സ് ആസ് എ സക്സസ്ഫുൾ മോഡൽ ഫോർ ലിംഗ്വിസ്റ്റിക് ബേസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ. അതിനോടൊപ്പം തന്നെ ഒരു സക്സസ്ഫുൾ മോഡൽ പിന്നീടുള്ള പ്രദേശങ്ങൾക്ക് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻസിന് ഭാഷാടിസ്ഥാനത്തിലുള്ള ഒരു ഭരണ സംവിധാനങ്ങൾക്ക് ഒരു ബെസ്റ്റ് മോഡലായിട്ട് നമ്മൾ ഇതിനെ കണക്കാക്കുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ കേരള മോഡലിനെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. കൾച്ചറൽ ഐഡന്റിറ്റി പ്രിസർവേഷൻ aimed to overcome historical divisions and create a cohesive state celebrating their cultural heritage. This aspect remains relevant in today's discussions about cultural preservation in a globalizing world. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴേക്കും ഒരു കൾച്ചറൽ ഐഡന്റിറ്റിയെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ടു ഓവർകം ഹിസ്റ്റോറിക്കൽ ഡിവിഷൻസ് ആൻഡ് ക്രിയേറ്റ് എ കോഹൻസീവ് സ്റ്റേറ്റ് സെലിബ്രേറ്റിംഗ് ദെയർ കൾച്ചറൽ ഹെറിറ്റേജ്. ചരിത്രപരമായിട്ടുള്ള പല ഡിവിഷൻസ് ആയിട്ട് നമ്മൾ കേരളത്തെ ഡിവൈഡ് ചെയ്തെങ്കിലും അതിനെല്ലാം നമ്മൾ മാർക്ക് ചെയ്യും. കേരളത്തിനകത്ത് യാതൊരു വ്യത്യാസങ്ങളില്ലാതെ 3 പ്രദേശങ്ങളെയും ചേർത്തുകൊണ്ട് കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ മാറ്റുകയും ചെയ്തു. ആൻഡ് അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റിംഗ് ദെയർ കൾച്ചറൽ ഹെറിറ്റേജ്, കേരളത്തിന്റെ കൾച്ചറൽ ഹെറിറ്റേജിനെ നമ്മൾ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. This aspect remains relevant in today's discussions about cultural preservation in globalizing world. ഇത് ഇന്നത്തെ ഒരു ഗ്ലോബലൈസിംഗ് വേൾഡിൽ നമ്മുടെ കൾച്ചറൽ പ്രിസർവേഷനെ ഉയർത്തി കാണിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. Democratic achievement. The movement demonstrates how democratic processes can be effectively used to achieve significant socio-political change, a lesson that remains relevant in contemporary political discourse. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഡെമോക്രാറ്റിക് അച്ചീവ്മെന്റ് ആണ്. ഈ ഒരു മൂവ്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ജനാധിപത്യ രീതിയിലുണ്ടായിരുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു. The movement demonstrates how democratic processes can be effectively used. എങ്ങനെയാണ് ജനാധിപത്യ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്, അതിനുവേണ്ടി നമ്മൾ എങ്ങനെ ശ്രമിച്ചു,
ടു അച്ചീവ് സിഗ്നിഫിക്കൻറ്റ് സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ച്. സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങളെ കണക്കാക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ജനാധിപത്യ രീതികൾ ഉൾക്കൊണ്ടതെന്നും അതിൻ്റെ ആ ഒരു ലെസൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഇറ്റ് റിമൈൻസ് റെലവൻറ്റ് ഇൻ ദ കണ്ടംപററി പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ്. ഇന്നത്തെ രാഷ്ട്രീയ ചർച്ചകൾക്കിടയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കിടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഐക്യ കേരള മൂവ്മെന്റ് എന്ന് പറയുന്നത് പൂർണ്ണമായും ജനാധിപത്യ രീതിയിൽ നടന്നിട്ടുള്ള ഒരു നേട്ടമാണ് അല്ലെങ്കിൽ ഒരു സമരമായിരുന്നു. അതിന് വ്യക്തമായ ഒരു ഫലം കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. താങ്ക് യു.